ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോഗോസ് ലൈഫ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാം. ചോദ്യം 1. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 20 വാക്യങ്ങൾ. ചോദ്യം 2. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ചോദ്യം 3. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഒരു ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഏത് കാലത്താണ്? ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. ചോദ്യം 4. സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് എന്തുമായിട്ടാണ്? ഒരു ആട്ടിൻകുട്ടിയുമായി. ചോദ്യം 5. സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ആരെയാണ് സന്ദർശിച്ചത്? ഭാര്യയെ. ചോദ്യം 6. ഭാര്യയെ സന്ദർശിക്കാൻ ചെന്ന സാംസൺ അവളുടെ പിതാവിനോട് പറഞ്ഞതെന്ത്? ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. ചോദ്യം 7. ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് സാംസൺ പറഞ്ഞപ്പോൾ അവളുടെ പിതാവ് ചെയ്തതെന്ത്? പിതാവ് അത് അനുവദിച്ചില്ല. ചോദ്യം 8. ശയനമുറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്ന പിതാവ് സാംസനോട് ആദ്യം പറഞ്ഞതെന്ത്? നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. ചോദ്യം 9. എന്തുകൊണ്ട് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു എന്നാണ് സാംസന്റെ ഭാര്യ പിതാവ് പറഞ്ഞത്? നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച്. ചോദ്യം 10. സാംസൺ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് അവൻ്റെ ഭാര്യയെ അവളുടെ പിതാവ് ആർക്കാണ് കൊടുത്തത്? അവളെ സാംസന്റെ കൂട്ടുകാരന് കൊടുത്തു. ചോദ്യം 11. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ എന്താണെന്നാണ് പറയുന്നത്? സുന്ദരി. ചോദ്യം 12. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ? അവളെ സ്വീകരിച്ചാലും ആര് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞു? സാംസന്റെ ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ ഇളയ സഹോദരിയെക്കുറിച്ച് സാംസനോട്. ചോദ്യം 13. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ? അവളെ ഡാഷ് പൂരിപ്പിക്കുക. സ്വീകരിച്ചാലും. ചോദ്യം 14. ഇപ്രാവശ്യവും ആരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറഞ്ഞത്? ഫിലിസ്ത്യരോട്. ചോദ്യം 15. ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്ത് പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറഞ്ഞത്? എന്തെങ്കിലും അതിക്രമം. ചോദ്യം 16. ന്യായാധിപന്മാർ 15:4 അനുസരിച്ച് സാംസൺ പോയി എന്തിനെയാണ് പിടിച്ചത്? 300 കുറുനരികളെ. ചോദ്യം 17. എത്രമാത്രം പന്തങ്ങളും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്? കുറേ പന്തങ്ങൾ. ചോദ്യം 18. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ച് എന്തു ചെയ്തു? ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി. ചോദ്യം 19. സാംസൺ കുറുനരികളിൽ ഈ 2 എണ്ണത്തെ എന്തു ചെയ്താണ് അവയ്ക്കിടയിൽ പന്തം വെച്ച് കെട്ടിയത്? വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച്. ചോദ്യം 20. സാംസൺ കുറുനരികളിൽ ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തം വെച്ച് കെട്ടിയതിന് ശേഷം എന്തു ചെയ്തു? പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. ചോദ്യം 21. സാംസൺ പന്തങ്ങൾക്ക് തീ കൊളുത്തിയ ശേഷം കുറുനരികളെ എവിടേക്കാണ് വിട്ടത്? ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. ചോദ്യം 22. സാംസൺ പന്തങ്ങൾക്ക് തീ കൊളുത്തി കുറുനരികളെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടതിന് ശേഷം എന്തു സംഭവിച്ചു? വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ചോദ്യം 23. എവിടെയുള്ള വിളയാണ് കത്തിച്ചാമ്പലായത്? വയലിൽ നിൽക്കുന്ന വിള. ചോദ്യം 24. വയലിൽ നിൽക്കുന്ന വിളയും മറ്റെന്തൊക്കെയുമാണ് കത്തിച്ചാമ്പലായത്? കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും. ചോദ്യം 25. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും കത്തിച്ചാമ്പലായപ്പോൾ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചതാര്? ഫിലിസ്ത്യർ. ചോദ്യം 26. ആരാണിത് ചെയ്തതെന്ന് ഫിലിസ്ത്യർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ത്? ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ തൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ചോദ്യം 27. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവുതോട്ടങ്ങളും
കത്തിച്ചാമ്പലാക്കാൻ കാരണമെന്ത്? സാംസന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണ്. ചോദ്യം 28. ഫിലിസ്ത്യർ ചെന്ന് ആരെയൊക്കെയാണ് അഗ്നിക്കിരയാക്കിയത്? സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും. ചോദ്യം 29. സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും ഫിലിസ്ത്യർ അഗ്നിക്കിരയാക്കിയപ്പോൾ സാംസൻ അവരോട് പറഞ്ഞതെന്ത്? ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ചോദ്യം 30. സാംസന്റെ ശപഥം എന്തായിരുന്നു? ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. ചോദ്യം 31. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ട് സ്ഥലം വിടും എന്നാണ് സാംസൻ പറയുന്നത്? പ്രതികാരം ചെയ്തിട്ട്. ചോദ്യം 32. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. ആരെ? സാംസൻ ഫിലിസ്ത്യരെ. ചോദ്യം 33. സാംസൻ ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞതിന് ശേഷം എവിടെ പോയാണ് താമസിച്ചത്? ഏത്താം പാറക്കെട്ടിൽ. ചോദ്യം 34. അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു. ഏതിനു ശേഷം? ഫിലിസ്ത്യരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞതിന് ശേഷം. ചോദ്യം 35. ന്യായാധിപന്മാർ 15:8 അനുസരിച്ച് സാംസൻ ഫിലിസ്ത്യരെ കൊന്നുകളഞ്ഞത് എങ്ങനെ? ക്രൂരമായി പ്രഹരിച്ച്. ചോദ്യം 36. ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത്? ലേഹി പട്ടണം. ചോദ്യം 37. ഫിലിസ്ത്യർ എവിടെ ചെന്ന് പാളയമടിച്ചാണ് ലേഹി പട്ടണം ആക്രമിച്ചത്? യൂദായിൽ ചെന്ന്. ചോദ്യം 38. യൂദായിലെ ജനം ഫിലിസ്ത്യരോട് ചോദിച്ചതെന്ത്? നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? ചോദ്യം 39. സാംസൻ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ എന്തു ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടി. ചോദ്യം 40. എന്തിനു പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? സാംസൻ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ. ചോദ്യം 41. സാംസൻ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആരോട് പറഞ്ഞു? ഫിലിസ്ത്യർ യൂദായിലെ ജനത്തോട്. ചോദ്യം 42. ന്യായാധിപന്മാർ 15:11 അനുസരിച്ച് ആരാണ് ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചത്? യൂദായിലെ 3000 ആളുകൾ. ചോദ്യം 43. യൂദായിലെ 3000 ആളുകൾ എവിടെ ചെന്നാണ് സാംസനോട് ചോദിച്ചത്? ഏത്താം പാറയിടുക്കിൽ ചെന്ന്. ചോദ്യം 44. യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ആദ്യം എന്താണ് ചോദിച്ചത്? ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? ചോദ്യം 45. യൂദായിലെ ജനത്തിൻ്റെ ഭരണാധികാരികൾ ആരെന്നാണ് അവർ പറയുന്നത്? ഫിലിസ്ത്യർ. ചോദ്യം 46. ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീയിപ്പോൾ ഞങ്ങളോട് ചെയ്തത് എന്ത്? ആരോട് പറഞ്ഞു? യൂദായിലെ ജനം സാംസനോട്. ചോദ്യം 46. എപ്രകാരം ഞാൻ അവരോടും ചെയ്തു എന്നാണ് സാംസൻ പറഞ്ഞത്? അവർ എന്നോട് ചെയ്തതുപോലെ. ചോദ്യം 48. നിന്നെ ബന്ധിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് യൂദായിലെ 3000 ആളുകൾ പ്രതിവചിച്ചത്? ഫിലിസ്ത്യരുടെ കയ്യിൽ. ചോദ്യം 49. നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ആരാണ് ഇങ്ങനെ പ്രതിവചിച്ചത്? യൂദായിലെ 3000 ആളുകൾ. ചോദ്യം 50. നിങ്ങൾ എന്ത് സത്യം ചെയ്യുക എന്നാണ് സാംസൻ യൂദായിലെ ജനത്തോട് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്. ചോദ്യം 51. നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക എന്ന് സാംസൻ യൂദായിലെ ജനത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ത്? ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ, കൊല്ലുകയില്ല. ചോദ്യം 52. ഞങ്ങൾ നിന്നെ ബന്ധിച്ച് എന്തു ചെയ്യുമെന്നും എന്തു ചെയ്യില്ല എന്നുമാണ് യൂദായിലെ 3000 ആളുകൾ പറഞ്ഞത്. ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, കൊല്ലുകയില്ല. ചോദ്യം 53. യൂദായിലെ 3000 ആളുകൾ എങ്ങനെയാണ് സാംസനെ പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത്? പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച്. ചോദ്യം 54. യൂദായിലെ 3000 ആളുകൾ പുതിയ 2 കയറുകൊണ്ട് സാംസനെ ബന്ധിച്ച് എവിടെയാണ് കൊണ്ടുവന്നത്? പാറയ്ക്ക് വെളിയിൽ. ചോദ്യം 55.
ബന്ധനസ്ഥനായ സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാൻ എത്തിയത്? ലേഹിയിലെത്തിയപ്പോൾ. ചോദ്യം 56. സാംസൺ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ അവനെ കാണാൻ എത്തിയത് എങ്ങനെ? ആർപ്പുവിളികളോടെ. ചോദ്യം 57. സാംസൺ ലേഹിയിലെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത് ആര്? ഫിലിസ്ത്യർ. ചോദ്യം 58. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. ആരുടെ മേൽ? സാംസൻ്റെ മേൽ. ചോദ്യം 59. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസൻ്റെ മേൽ വന്നപ്പോൾ എന്തു സംഭവിച്ചു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ചോദ്യം 60. സാംസനെ ബന്ധിച്ചിരുന്ന കയർ എന്തുപോലെയായി തീർന്നു എന്നാണ് പറയുന്നത്? കരിഞ്ഞ ചണനൂൽ പോലെ. ചോദ്യം 61. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. ഡാഷ് അറ്റുവീണു. പൂരിപ്പിക്കുക. കെട്ടുകൾ. ചോദ്യം 62. എന്തിൻ്റെ താടിയെല്ല് കിടക്കുന്നതായാണ് സാംസൺ കണ്ടത്? ആയിടെ ചത്ത ഒരു കഴുതയുടെ. ചോദ്യം 63. കഴുതയുടെ താടിയെല്ലെടുത്ത് സാംസൺ എത്ര പേരെ അതുകൊണ്ട് കൊന്നു? 1000 പേരെ. ചോദ്യം 64. ആയിടെ ചത്ത കഴുതയുടെ എന്തെടുത്താണ് സാംസൺ 1000 പേരെ കൊന്നത്? കഴുതയുടെ താടിയെല്ലെടുത്ത്. ചോദ്യം 65. കഴുതയുടെ താടിയെല്ലെടുത്ത് 1000 പേരെ കൊന്നതിന് ശേഷം സാംസൺ ഘോഷിച്ചതെന്ത്? കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ചോദ്യം 66. കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇത് പറഞ്ഞിട്ട് സാംസൺ എന്തു ചെയ്തു? എല്ല് എറിഞ്ഞു കളഞ്ഞു. ചോദ്യം 67. സാംസൺ എല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? റാമാത്ത് ലേഹി. ചോദ്യം 68. സാംസന് വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ചോദ്യം 69. അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഡാഷ് അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. പൂരിപ്പിക്കുക. ഈ വലിയ വിജയം. ചോദ്യം 70. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ പറയുന്നത്? അപരിച്ഛേദിതരുടെ കൈകളിൽ. ചോദ്യം 71. ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നത് ആര്? ദൈവം. ചോദ്യം 72. ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നപ്പോൾ എന്തു സംഭവിച്ചു? അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. ചോദ്യം 73. സാംസൺ വെള്ളം കുടിച്ച് ഡാഷ് ആയി. പൂരിപ്പിക്കുക. ഊർജ്ജസ്വലനായി. ചോദ്യം 74. സാംസൺ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായതുകൊണ്ട് ആ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? എൻഹക്കോർ. ചോദ്യം 75. അത് ഇന്നും അവിടെയുണ്ട്. ഏത്? എൻഹക്കോർ. ചോദ്യം 76. ആരുടെ കാലത്താണ് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? ഫിലിസ്ത്യരുടെ കാലത്ത്. ചോദ്യം 77. റാമാത്ത് ലേഹി എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? താടിയെല്ലിൻ്റെ മല. ചോദ്യം 78. എൻഹക്കോർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അപേക്ഷിക്കുന്നവൻ്റെ ഉറവ.